ഇന്നൊരു പിണക്കക്കഥയാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനുമായുള്ള പിണറായിയുടെ പിണക്കക്കഥ. ആരും വരട്ടെ, എന്തും അന്വേഷിക്കട്ടെ, ഇതായിരുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും മുന്നണിയുടെയുമെല്ലാം ആദ്യകാല പ്രതികരണം. എന്നാൽ പലരും വന്നവരെല്ലാം സ്വന്തം സെക്രട്ടേറിയറ്റിന്റെ പടി കയറാൻ തുടങ്ങിയത് കണ്ടപ്പോൾ പതിയെ നിലപാട് മാറി. CBI രാഷ്ട്രീയം കളിക്കുന്നവരായി. സേതുരാമയ്യർമാർ CBI സിനിമകളിൽ മാത്രമാണ് എന്നിരിക്കെ പറഞ്ഞതൊന്നും തള്ളുന്നില്ല. എന്നാൽ രാഷ്ട്രീയം കളിക്കുന്ന അന്വേഷണ ഏജൻസികളെ വിവേകമില്ലാതെ കൈകാര്യം ചെയ്ത് അവർ സ്വന്തം മുറ്റത്തെത്തുമ്പോൾ വിലപിച്ചാൽ അതും രാഷ്ട്രീയമായി തന്നെ എതിരാളികൾ കാണുകയുള്ളൂ. CBI നയത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് സ്ഥിരതയുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് വിഷയം. CBI വേണ്ടെന്ന് പാസാക്കിയ പോളിറ്റ് ബ്യൂറോ സഖാക്കൾ ബംഗാളിലെ ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ 2014 CBI അന്വേഷണം ആവശ്യപ്പെട്ടവരായിരുന്നു. സീതാറാം യെച്ചൂരിയും ബുദ്ധദേവ് ഭട്ടാചാര്യയുമാണ് അന്ന് CBI വരവ് കാത്തിരുന്നത്. ആന്ധ്രാപ്രദേശിലെ അമരാവതി ഭൂമി ഇടപാട് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. തീരുന്നില്ല. 2019 പൊള്ളാച്ചി പീഡന കേസിലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് അയൽനാട്ടിലെ CPM പോളിറ്റ് ബ്യൂറോ അംഗം മുന്നോട്ട് വന്നിരുന്നു. 2014 സ്വാമി അസീമാനന്ദയ്ക്കെതിരായ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതും CPM നേതാവായ ബസുദേവ് ആചാര്യ തന്നെ. അങ്ങനെ CBI വിളിച്ചുകൊണ്ടുവന്നവരാണ് ഇന്ന് CBI ബഹിഷ്കരണ വിളംബരം നടത്തിയത്. PBയുടെ പുതിയ കാല നിലപാട് ചോദ്യമുനയിൽ നിൽക്കുന്നതും ഈ അസ്ഥിരത കാരണം തന്നെ. ആന്ധ്രയിലും തമിഴ്നാട്ടിലും അധികാരം അകലെയായതിനാൽ പ്രതിപക്ഷത്തിരുന്ന് CBI സ്വാഗതം ചെയ്യുന്നത് എളുപ്പമാകും. എന്നാൽ അധികാരലബ്ധി അനായാസം സാധ്യമാകുന്നിടം ആ വരവും പോക്കും തലവേദന തന്നെയായിരിക്കും. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിന് ചുറ്റും ആരോപണങ്ങളും അന്വേഷണ ഏജൻസികളും കറങ്ങുന്ന കാലം. ഒപ്പം UAPA പോലെയുള്ള കരിനിയമവും ചാർത്തി CBIക്ക് സമാനമായ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് അനയിച്ച മുൻകാല ചെയ്തികളും PBകളിൽ വിലയിരുത്താം. NIA എന്തെന്നറിയാൻ പഴയ NIA-കാരൻ ലോക്നാഥ് ബെഹ്റയോടും CBI എന്തെന്നറിയാൻ പഴയ CBI-കാരൻ ഋഷിരാജ് സിംഗിനോടും ചോദ്യങ്ങളാകാം. അപ്പോൾ ഒരു ചോദ്യം പ്രേക്ഷകരുടെ നാവിൻ തുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. എന്നു മുതലാണ് പിണറായി സർക്കാരിന് ഈ CBI വിരോധം തുടങ്ങിയത്? അതിനുത്തരം അറിയണമെങ്കിൽ കഴിഞ്ഞ 2 വർഷമായി ഈ സർക്കാർ അനുമതി നൽകി സംസ്ഥാനത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന CBI കേസുകളുടെ കണക്കുകളും കഥകളും കൂടി ഒന്നറിയണം. ഇതാ നോക്കൂ, ഈ പ്രധാനപ്പെട്ട കേസുകളാണ് കേരളത്തിൽ ഇപ്പോൾ CBI അഥവാ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നരേന്ദ്രമോദി സർക്കാർ CBI രാഷ്ട്രീയം ഉപയോഗിക്കുന്ന അതേ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതേ പിണറായി സർക്കാർ അംഗീകാരം നൽകിയ അനുമതി നൽകി കഴിഞ്ഞ് ഇപ്പോഴും CBI അന്വേഷണത്തിലിരിക്കുന്ന കേസുകൾ. അതിലൊന്ന് ഏറ്റവും ഒടുവിൽ വന്ന പോപ്പുലർ തട്ടിപ്പ് കേസിൽ ഇപ്പോഴും CBI അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ സഹകരിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് ജിഷ്ണു പ്രണോയ് കേസ്, നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്. ഈ കേസിലും CBI അന്വേഷണം തുടരുന്നു. സർക്കാരും പോലീസും സഹകരിച്ചുകൊണ്ടേയിരിക്കുന്നു. നെടുങ്കണ്ടം കസ്റ്റഡി മരണം കേസ് കേരളം